ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിനോമിസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഏത്തപ്പഴം പുളിശ്ശേരി. നിങ്ങളെ കുറച്ച് പേർക്കൊക്കെ ഇത് അറിയാമായിരിക്കും. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി, അതുകൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോവാം. ഇതിനായി വേണ്ടത് 2 മീഡിയം സൈസ് ഏത്തക്കാപ്പഴമാണ്. ഒത്തിരി പഴുത്തു പോകരുത്, ഒരു മീഡിയം പഴുപ്പ് മതി. അതിനെ 4ആയി കീറി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. ഞാനിത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനായി നമ്മുടെ ഏത്തയ്ക്ക മുറിച്ചു വെച്ച കഷ്ണങ്ങൾ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2 പച്ചമുളക് നടുകെ കീറിയത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് കുറച്ച് ഉപ്പും 1 ഗ്ലാസ് വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഈ സമയത്ത് ഒരു 1/2 മുറി തേങ്ങ ചിരകിയതെടുക്കുക. അതിലേക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മൺചട്ടി തുറന്നിട്ടുണ്ട്. അതിനുശേഷം ചെറുതായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ഫൈൻ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി നന്നായൊന്ന് യോജിപ്പിച്ചെടുക്കുക. ശേഷം തേങ്ങ അരച്ച മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഈ അരപ്പൊന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് ചെറിയ കട്ടിയോട് കൂടി തന്നെ മോര് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല, ചെറുതായൊന്ന് ചൂടാക്കി എടുക്കുക. മോരിനൊരു ചെറിയ പുളി വേണം. പുളിയില്ലെങ്കിൽ നിങ്ങൾക്ക് തലേന്ന് തന്നെ പുറത്തെടുത്ത് വെച്ച് ചെറുതായിട്ട് പുളിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനായി കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ കടുകിടുക. കടുകിട്ടതിന് ശേഷം ചെറിയ വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇവിടെ ചെറിയ ഉള്ളി ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തതിനു ശേഷം ഒന്നുകൂടി നന്നായി ഇളക്കുക. പിന്നീട് ഇത് നമ്മുടെ മോര് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കുക. ഇപ്പോൾ നമ്മുടെ യമ്മി ഏത്തപ്പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരുപാട് ഇഷ്ടമാകും. കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പാത്രം കാലിയാകുന്ന വഴി അറിയില്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിനായി നിനോമിസ് വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.